രാവിലെ അക്ഷയേട്ടൻ പോയി കഴിഞ്ഞാലാണ് ക്ലീനിങ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. റൂമിൻ്റെ അവസ്ഥ പിന്നെ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് ആദ്യം എടുത്ത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് എൻ്റെ ഒപ്പം ഉള്ളതാണ് കേട്ടോ നിച്ചു. ഒരു സൈഡ് ഞാൻ ഒതുക്കി വയ്ക്കുമ്പോൾ മറ്റേ സൈഡ് കേമായിട്ട് വൃത്തികേടാക്കുന്നതാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു വിധത്തിലാണ് നമ്മൾ തീർക്കുന്നത്. രാവിലെ എൻ്റെ അടുത്തുനിന്നും മറ്റാരുടെ അടുത്തേക്കും പോവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. കുഞ്ഞു മക്കളുള്ള പല അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. പിന്നെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വണ്ടി കൊണ്ട് നിച്ചു എത്തിയിട്ടുണ്ട്. ഇതുപോലെ വൃത്തിയിൽ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് റൂമൊക്കെ. ഇത് എത്ര നേരം ഉണ്ടാവുമെന്നും അറിയില്ല കേട്ടോ. പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചു. അതിനിടയിൽ കുറച്ച് മുന്തിരി കൊണ്ട് നിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നനവുണ്ട്, വഴുക്കി വീഴും എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്ത് ഒരുവിധം ഞാൻ അവനെ മാറ്റിയിരുത്തി. ഇത് കഴിഞ്ഞിട്ട് വേണം അവനെ ഉറക്കാനായിട്ട്. നിച്ചു നേരത്തെ എണീറ്റോണ്ട് തന്നെ എൻ്റെ അലക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മെഷീൻ ഉണ്ടെങ്കിലും കുറച്ച് ദിവസം പണിമുടക്കായതുകൊണ്ട് അലക്ക് കല്ലേ ശരണം. പുറത്തുള്ള തുണികളൊക്കെ എടുത്ത് ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഓട്ടപ്പാച്ചിലുകൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഫോണിൽ എന്തോ ഒരു ഡൗട്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.